കാസർഗോഡ് ജില്ലയിലെ പാലക്കുന്ന് തൃക്കണ്ണാട് ബീച്ച് പതിവിലും കൂടുതൽ ഭംഗിയായിരിക്കുകയാണ്. പാലക്കുന്ന് ബീച്ചിനെ മൊഞ്ചനാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. അവരോടൊപ്പം ചേർന്ന് പ്രകൃതി ക്ലബ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻവയോൺമെന്റൽ സയൻസ്, നാഷണൽ സർവീസ് സ്കീം, ദ കൊച്ചിൻ ചാപ്റ്റർ ഓഫ് ദ ഓഷ്യൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ ആൻഡ് ദ നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ച് എന്നിവയുമായി സഹകരിച്ചുകൊണ്ട് ലോക സമുദ്ര ദിനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് കാസർഗോഡ് പാലക്കുന്ന് തൃക്കണ്ണാട് ബീച്ചിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ ശേഖരിച്ച് വൃത്തിയാക്കുകയാണ്. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ എച്ച് വെങ്കടേശ്വരു ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ 100-ൽ കൂടുതൽ വിദ്യാർത്ഥികളാണ് അതിരാവിലെ തന്നെ മെഹബൂബ് എക്കോസിസ്റ്റം ഡയറക്ടർ അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ ശേഖരിച്ച് വേർതിരിച്ചത്. എല്ലാ വർഷവും ജൂൺ 8-നാണ് ലോക സമുദ്ര ദിനം, വേൾഡ് ഓഷ്യൻ ഡേ ആയി ആചരിക്കുന്നത്. മനുഷ്യൻ്റെ കടന്നുകയറ്റങ്ങളിലൂടെ സമുദ്രത്തിനുണ്ടാകുന്ന വ്യതിയാനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുക, സമുദ്ര സംരക്ഷണത്തിനായുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കുക എന്നിവയാണ് ദിനാചരണത്തിൻ്റെ ഭാഗമായി UN ലക്ഷ്യമിടുന്നത്. 1992-ൽ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഭൗമ ഉച്ചകോടിയിലാണ് ജൂൺ 8 ലോക സമുദ്ര ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. 1992 ജൂൺ 8 കാനഡയിലാണ് ആദ്യമായി സമുദ്ര ദിനം ആചരിച്ചത്. 2008-ൽ ഐക്യരാഷ്ട്ര സംഘടന ഇത് ഔദ്യോഗികമായി അംഗീകരിക്കുകയും നമ്മുടെ സമുദ്രങ്ങൾ നമ്മുടെ ഉത്തരവാദിത്തം എന്ന സന്ദേശവുമായാണ് ആദ്യ സമുദ്ര ദിനം കൊണ്ടാടിയത്. തൃക്കണ്ണാട് ബീച്ചിലുണ്ടായിരുന്ന എല്ലാ മാലിന്യങ്ങളെയും ശേഖരിച്ച് അവ വേർതിരിച്ച് സംസ്കരിക്കുന്ന പ്രക്രിയയ്ക്കാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും നേതൃത്വം നൽകിയത്. ഭൂമി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് മലിനീകരണം. ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന സാധനങ്ങൾ മൂലം നഗരങ്ങളിലുണ്ടാവുന്ന മാലിന്യത്തിൽ ഒരു വലിയ പങ്ക് പ്ലാസ്റ്റിക് മൂലവുമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന ചില രാസവസ്തുക്കൾ മൂലം മനുഷ്യനും മൃഗങ്ങൾക്കും ചെടികൾക്കും അപകടകാരിയായ വിഷങ്ങളാണ് വരുത്തിവരിക്കുന്നത്. മാത്രമല്ല, പ്ലാസ്റ്റിക് മണ്ണിൽ 4000 മുതൽ 5000 വർഷക്കാലം വരെ നശിക്കാതെ ഇരിക്കുകയും ചെയ്യും. പ്ലാസ്റ്റിക്കിൽ നിന്നും ചില വിഷാംശങ്ങൾ ജലത്തിൽ കലർന്ന് നമ്മുടെ കുടിവെള്ളത്തിലും കലരുകയും ഇത് നമുക്ക് രോഗങ്ങളുണ്ടാക്കുവാൻ കാരണവുമാകുന്നു. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതും ഒക്കെ ഇത്തരത്തിൽ നമുക്ക് വലിയ രോഗങ്ങൾ ഉണ്ടാക്കുവാൻ കാരണമാകുന്നു. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡയോക്സിൻ എന്ന വിഷം വായുമലിനീകരണത്തിലും ഇതുമൂലം ക്യാൻസറിനും കാരണമാവുന്നു. സമുദ്രങ്ങളുടെ പുനരുജ്ജീവനത്തിന് കൂട്ടായ പ്രവർത്തനം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. നമ്മുടെ സമുദ്രങ്ങൾ പരിസ്ഥിതി നാശത്തിൽ നിന്നും സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കും ആളുകളെ ബോധവാന്മാരാക്കുന്നതിനും ദിനാചരണം പ്രോത്സാഹനം നൽകുന്നു. നാടിനും സമൂഹത്തിനും വളരെയേറെ ഉപകാരപ്പെടുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഓരോ കലാലയങ്ങളിലും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സംയുക്തമായി നടത്തുകയാണെങ്കിൽ നമ്മുടെ കേരളം എത്ര സുന്ദരമായേനെ. പുതിയതായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താൻ ഓർമ്മിക്കുക. പുതിയ എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.